അച്ഛൻ വിറ്റ് പുട്ടടിച്ച അല്ലെങ്കിൽ ഭാവിയിൽ ശ്രീകുട്ടന് റബ്ബർ വെട്ടാൻ വരാറുണ്ട് ഇങ്ങോട്ട്. അപ്പൊ അമ്മ വല്ലൂരിലാണ് പൂരം കൂടാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ട എന്താ ശ്രീകുട്ട അതില് ഞണ്ട് കൊറേ നാളായി മുമ്പ് പറയുന്നു മോന് ഞണ്ട് കറി വെക്കാനായിട്ട്. നമ്മൾ അധികം വെക്കാത്ത കടപ്പുറക്കാരൊക്കെ എപ്പോഴും വെക്കുന്നതല്ല, നമ്മൾ അധികം അങ്ങനെ വെക്കാറുമില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. എൻ്റെ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ണിമോൾക്കും. ഭാഗ്യന് ഒട്ടും ഇഷ്ടമല്ല കേട്ടാ, കാണുന്നതേ ആൾക്കാർപ്പാ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ മോനെന്താണാവോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് അതിലുണ്ട്, അതുള്ളത് മതി. ചെല്ലത് തുറന്നു മമ്മാണ്ടാ, തുറന്നു കഴിഞ്ഞതാ. അല്ല ഉണ്ണി പറയണ്ട, അപ്പുറത്തെ അത് അമ്മമ്മ ആദ്യം തുറന്നു. അതിനിത്തിരി നമ്മളത്ര പ്രാക്ടീസ് ഒന്നുമില്ലല്ലോ നന്നാക്കി. ചേട്ടന് ഭയങ്കര ഇഷ്ടമല്ലേ ചേട്ടാ? ചേട്ടന് എനിക്ക് ഇഷ്ടമല്ല ഈ സാധനത്തിൽ കാണുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പറ്റില്ല. പക്ഷെ ഈ സാധനം ഞണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തോടുകളിലൊക്കെ ഉണ്ടാവുന്ന വലിയ ഞണ്ടില്ല, ഈ ഞണ്ടിനെ ഇറങ്ങി പറവെള്ളച്ചാട്ടം കാണാൻ പണ്ട് പോയപ്പോഴേ ചുട്ട് തിന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇത് ടേസ്റ്റ് ആണ് മോനെ, ഇത് ഒരു പ്രാവശ്യം കഴിച്ചു ഇഷ്ടപ്പെടും. നന്നാക്കണൊക്കെ കാണുമ്പോഴേ മറ്റേ ചുട്ടതോ ചുട്ടത് അങ്ങനെയല്ല, ഇങ്ങനത്തെ ഈ കാലില്ല, ഈ കാല് മാത്രം എടുത്തിട്ടാണ് ചൂടുന്നത്. ഭയങ്കര ടേസ്റ്റാ. ശ്രീകുടം മറ്റേ കാവല് എന്നിട്ട് കുട്ടിച്ചാത്തനെ കാവല് വൃത്തിയാണ് ഞണ്ടിന്. കഴുകുമണിയനി അത് ചേട്ടൻ തിന്നിട്ടില്ലല്ലോ. അതേതാണെന്ന് വരെ അറിയില്ലേ. മനാപ്പേട്ട മാത്രമേ ഉള്ളൂ കേട്ടാ. മതമേട നാനയല്ലേ നാന ചോറ് വേണോ മതമേട? അങ്ങനെ ഞണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളത് കുഴിച്ചിടാൻ കൊണ്ടുപോകണം കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മുടെ പൂരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഞണ്ടൊക്കെ നമ്മൾ നന്നായി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പരമാവധി ക്ലീൻ ആക്കിയിട്ടുണ്ടെന്നുണ്ട്. ഇങ്ങനെയല്ലേ ക്ലീൻ ആക്കാം? എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, അടുത്തതിൽ നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാതും. അപ്പോൾ ഇതിൽ മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇത്തിരി മസാല, ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മറ്റുള്ള കുഞ്ഞുള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടാ. കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ചിലർ അത് പുളി ചേർക്കാത്തവരുണ്ട്. ചിലർ ചെറിയ പുളി രസം ഇരുന്നോട്ടെ ഞാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ആവശ്യത്തിന് പാകത്തിന് വെള്ളം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉള്ളി നന്നായി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെല്ലാ കറികളിലും ഉള്ളി നന്നായി എടുക്കാറുണ്ട്. ചില ഉള്ളി ഒന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളിയല്ല അത് നന്നായി മൂത്ത് വരുമ്പോൾ അങ്ങനെ നമുക്ക് കയ്യിലോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നന്നായി തുടങ്ങി. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ടേ വഴണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മൊരിച്ചൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മീനിച്ചില്ലിയും ഇത്തിരി മല്ലിപ്പൊടിയും ഗരം മസാല കുറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. മഞ്ഞപ്പൊടിയും ഗരം മസാല അങ്ങനെ തെറ്റിപ്പോയി. എല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നന്നായി ഒന്ന് കണ്ടോ ഉള്ളി കിടന്നിങ്ങനെ മണം, ഭയങ്കര മണാട്ടോ ഉള്ളിക്ക്. അത് ആവശ്യത്തില് വേപ്പിൻ്റെ എല്ലാം പച്ചമുളക്, ഇഞ്ചി സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് ചിലർ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ചിലവരത് ഉപയോഗിക്കുമല്ലോ. നമുക്കൊരു പുളി രസം ഉണ്ടായിക്കോട്ടെ. ഈ ഞണ്ടിനൊരു മധുര രസമേ. ഞാൻ എപ്പോഴും ഒരു ദിവസം കഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വെക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വഴണ്ടി ഇങ്ങോട്ട് വന്നു. പക്ഷേ ഈ
ഞണ്ടിന് നല്ല വേവുണ്ടെന്നാട്ടാ പറയുന്നു. തക്കാളി ചമ്മന്തി പോലെ ഇല്ല പിന്നെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞണ്ടിന് ഇട്ട് കൊടുക്കാം. ഞണ്ട് വേവാനേറ്റ് ഉള്ള വെള്ളം നമുക്ക് ഇത്തിരി അധികം ഒഴിച്ചു കൊടുക്കാം. കാരണം വെച്ചാൽ കാവല് നിൽക്കണ ആളുകൾ ഞണ്ടിട്ടപ്പോൾ മീൻ വറക്കുന്നുണ്ട് മോന് വേണ്ടിയിട്ട് അമ്മായിയമ്മയുടെ സ്പെഷ്യൽ. അമ്മായിയമ്മയുടെ എല്ലാവരും പറഞ്ഞ കൊല്ലി തന്നെ ബാക്കി അമ്മയുടെ സ്പെഷ്യൽ. അത് ഇവിടെ ഭാഗ്യന് ഈ സാധനം പോകാൻ കഴിക്കാത്ത കാരണം കൊണ്ടേ കുറച്ച് മീനിരിക്കില്ല. അപ്പം അത് ഞാൻ അയക്കാക്കി. അതൊക്കെ ഭയങ്കര സങ്കടമാണ് മോൻ കഴിക്കേണ്ടത്. അതിന് മീൻ ഇഷ്ടമാണേ, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എൻ്റെ പോലെ തന്നെയാണ് മീനും ഇറച്ചിയുടെ മക്കളൊക്കെ ഓരോ കഷ്ണമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞണ്ട് കഴിക്കാണ്ടാവുമ്പോൾ പിന്നീട് ഒരു ഞണ്ട് കഴിക്കുക. അപ്പോൾ ഞാൻ അതിന് മീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മീൻ എടുത്തത് വറുത്തതാണ്. മീൻ കണ്ട നല്ല ഇഷ്ടമാക്കി. അപ്പോൾ നമ്മുടെ ഞണ്ടിനെ തുറന്ന് വെള്ളമൊക്കെ വറ്റി സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അതിൽ ഒഴിച്ച് കൊടുക്കാം. കാച്ചി ഒഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കാച്ചി ഒഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പച്ചക്കാണ് ഒഴിച്ചു കൊടുത്തത്. ഉള്ളിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടല്ലോ. വൈകുന്നേരം നമുക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോകേണ്ട കാരണം കൊണ്ട് നമ്മളിത് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് വൃത്തിയാക്കൽ പരിപാടികളുണ്ട്. നമുക്ക് കുറേ പണികളുണ്ട് കേട്ടോ. വീടിന്റെ ചുറ്റും അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട്. നമ്മൾ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതേ കണ്ട, ഇത് ഇന്നലെ ഭാഗ്യം മേടിച്ചിട്ട് വന്നതാ. നമ്മൾ ഇന്നലെ പോയപ്പോൾ മേടിച്ചില്ലേ, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പക്ഷെ ഇവിടെ ഗംഭീര വെയിലാടോ. എല്ലാ വീടുകളിലും പുകയൊക്കെ ഇരുന്നുണ്ടോ, അടിച്ചു വാരി പണി വൃത്തിയാക്കിക്ക്. എല്ലാ വീടുകളിലും നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പൂരം വരുമ്പോഴൊക്കെ വൃത്തിയാക്കുക. വേണ്ട രീതിയിലൊന്നും വെച്ചിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗ്യം വരുമ്പോൾ ഇനി ഭാഗ്യന് വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സെറ്റ് ചെയ്തോട്ടെ. ഭാഗ്യനാണ് മേടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ അവിടെ നിന്ന് മണ്ണുത്തിന്ന്. അപ്പോൾ നമുക്കിനി ബാക്കി സൈഡൊക്കെ വൃത്തിയാക്കാൻ നോക്കാം. പൂരം വരുമ്പോഴാണ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ചില്ല് പൊട്ടിയുണ്ടായിരുന്നു ജനലയുടെ, അതൊന്ന് മാറ്റി വെച്ചൊന്ന് ഒരു ആശേരി ഇവിടെ സുരേഷ് ഏട്ടൻ വന്ന് വീടിൻ്റെ അടുത്തുള്ള സുരേഷ് ഏട്ടൻ. അയ്യോ ഒരു ചൂടതിന് എന്നെ കൈ പൊള്ളണേ. അത് മാറ്റി വെച്ചു. ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ വീടിൻ്റെ ചുറ്റും അതുപോലെ തന്നെ നമ്മൾ പൊട്ടിയതും ജളങ്ങിയതും ഒക്കെ മാറ്റി റീപ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് നമ്മുടെ ഓണത്തിനേക്കാളും വിഷുവിനേക്കാളും ഒക്കെ അധികം ഒരുക്കങ്ങൾ നമ്മുടെ വീട്ടിൽ ഈ ഉത്സവങ്ങൾ വരുമ്പോൾ നടക്കും എന്നുള്ള വീട്ടിലുള്ള ചേച്ചിമാരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇങ്ങനൊരു പരിപാടി ഉണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഒരുവിധം എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു. പൂരത്തിൻ്റെ സമയത്തൊക്കെയാണ് കൂടുതലും ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് ക്ലീനിങ് പരിപാടികൾ 2 ദിവസം മുന്നേ തന്നെ ശാന്തമ്മയും ഞാനും കൂടെ ചെയ്തായിരുന്നു. പിന്നെ ബാക്കി വന്നിട്ടുള്ള അൽത്തുകൂലത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കണതൊക്കെ പറക്കിക്കൂട്ടി വയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ഉള്ളിലാണല്ലോ പൊതുവെ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റണ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാര്യം നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ഇന്നലെ മാറ്റിയതായാലും ഇന്ന് അതങ്ങോട്ട് മാറ്റിയില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷൻ അന്ന് വന്നിട്ട് പിന്നെ ഇന്ന് വരുന്ന കുറച്ച് ചേട്ടന്മാരും ഭാഗ്യൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാ പ്രാവശ്യമല്ല, ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഇപ്രാവശ്യം ഭാഗ്യം കമ്മിറ്റിയിലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കിന്ന് അധികം ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ വിളിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവരൊക്കെ വരും. അപ്പോൾ നമുക്ക് വീട് കുറച്ച് പ്രസൻറ്റബിൾ ആവണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ഒരുക്കങ്ങളും പുരുക്കങ്ങളൊക്കെ ആയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് നമ്മുടെ വീടിനെ കുളിപ്പിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പരിപാടികളൊക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ചുറ്റുമുള്ള ചപ്പ് ചവറൊക്കെ അടിച്ചു വാരിക്കളയിലും പെയിൻ്റ് അടിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു. നിങ്ങളെന്നെ കാണാതിരുന്ന കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ്. പിന്നെ ഈ റൂം നമുക്ക് ഏറ്റവും അധികം പണി വരുന്ന റൂമാണ് അടിച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ചേച്ചിയും കുഞ്ഞനും വന്നത് കേട്ടോ. മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ വരണില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു അത്ര കുഞ്ഞൻ. പിന്നെ ചിറ്റ പറഞ്ഞതല്ലേ, ചിറ്റ ക്ഷണിച്ചതല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ ചിറ്റയുടെ അടുത്തേക്ക് പോകണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഭാഗ്യൻ്റെ കൂടെയാണ് ചേച്ചി വന്നത്. ചേച്ചിക്ക് എപ്പോഴും ഒല്ലൂരിൽ നിന്ന് തലൂർക്ക് വരാൻ എളുപ്പമാണ്. അപ്പോൾ ഭാഗ്യൻ്റെ കൂടെ ഇങ്ങോട്ട് വരാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കണം. അപ്പുറത്തേക്ക് ചോറുണ്ട് കേട്ടാ. ചേച്ചിയും കുഞ്ഞനൊക്കെ വന്നു. പ്ലസ് ടു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ആരും അറിയേണ്ടത്
കഴിഞ്ഞ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടഫാണ് പരീക്ഷ. കാരണം ഞാൻ പൂരത്തിന് വരില്ല. ആരും പറഞ്ഞു ഞാൻ എല്ലായിടത്തേക്കും വരും ചിട്ടേ. ഞാനതൊക്കെ ആകും കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ തീരുമാനം പറ്റി ഞാൻ വരുന്നില്ലേ ചിട്ടേ. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ പിടിച്ച് പറിച്ച് കൊണ്ടുവന്നതാ. അടുത്തോല്ല ഞങ്ങള് കയറ്റുമതിയാ. ഹലോ, നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മുടെ പൂരം ഇങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ പൂരത്തിന് 2 ദിവസം മുന്നേ നമ്മൾ കാട്ടിൽ പോയിട്ട് ഭഗവതിനെ കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ ഒരു എത്ര നാളെ ഒരു 7 കൊല്ലമായിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. ഇക്കൊല്ലം നമുക്ക് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളെ കൂട്ടാണ്ട് പോകുന്നത് ശരിയാണോ? അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിൽ പോകുന്നേക്കാൾ മുന്നേ നമ്മളൊന്ന് ഒരുങ്ങണമല്ലോ. 4 ആൾ, നമ്മുടെ നാട്ടിൽ 4 ആൾ കൂടുന്ന ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ പൂരം മാത്രമാണ്. അപ്പോൾ ആ കൂടുന്ന ചടങ്ങിലേക്ക് നമ്മളൊന്ന് ഒരുങ്ങാതെ പോയാൽ 4 ആൾ ഒരുങ്ങി കൈ പിടിക്കും, അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ കുളിച്ചൊരുങ്ങി നമ്മുടെ അമ്പലത്തേക്ക് പോവാം. നമ്മൾ പെൺപടം മൊത്തത്തിൽ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. കുഞ്ഞൻ ചേച്ചി, ഞാൻ, അമ്മ, ശ്രീകുട്ടൻ, ഭാഗ്യൻ, അച്ഛനായിട്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ 6 ആളും കൂടിയിട്ടാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോണത്. നമ്മൾ പോകുന്നത് കാട്ടിലേക്കാണ്. ഇനി ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കത്തിൽ പറയാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. നമ്മൾ കാട്ടുപ്രദേശമായ കാരണം കൊണ്ട്, മലയോര പ്രദേശമായ കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ ദേവീനെ കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇരുത്തിയത് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത് കാട്ടിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും, നമ്മൾക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളിയുണ്ട്. ഇത് 3ഉം നമ്മളൊരു 500 മീറ്റർ 1 കിലോമീറ്റർ ഉണ്ടാവില്ല അതിൻ്റെ ചുറ്റളവിലുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും നമ്മൾ ഒത്തുകൂടും. അങ്ങനെ ഒത്തുകൂടുന്ന ആ ഒരു അവസരമാണ് നമ്മുടെ അമ്പലത്തിലത്തെ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീമൂലസ്ഥാനത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ദേവി വന്ന സ്ഥലത്ത് നിന്ന് ദേവീനെ വണങ്ങി അങ്ങനെ എന്തൊക്കെയോ. ഇവിടെ പിന്നെ അവിടെ ട്രൈബൽസ് ഉണ്ട്, അതായത് മലയ വിഭാഗക്കാരുണ്ട്. അപ്പോൾ അവരുടെ പൂജകളും കാര്യങ്ങളും കുരുതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മലയിറങ്ങി നമ്മുടെ ദേവിയുടെ അടുത്തേക്ക്, ദേവീനെ ഇപ്പോൾ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് വരുന്നതും. അവിടെയുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ആനയും താലപ്പൊലിയും ദേവനൃത്തവും ചിന്തുവാട്ടും അങ്ങനെ വേണ്ട എല്ലാ വക പരിപാടികളും നമ്മുടെ ഇവിടെ അമ്പലത്തിൽ. ഭാഗ്യം പറയുന്ന പോലെ എല്ലാവർക്കും തൃശ്ശൂർ പൂരം നടത്താൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയിട്ടുള്ള ഒരു ഉത്സവമായിട്ടുള്ള നമ്മുടെ ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണുന്നവർ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്, നമ്മുടെ കാട്ടിലേക്ക് പോവാണ് ദേവീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതെൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ്. എനിക്കൊരു ചേച്ചി, ആ ചേച്ചി ഇൻസ്റ്റാഗ്രാം പേജ് ഡ്രസ്സിൻ്റെ തുടങ്ങിയപ്പോൾ അയച്ചതാണ്. ആക്ച്വലി ഞാനൊന്ന് വണ്ണം കുറഞ്ഞ കാരണം കൊണ്ടാണ് തോന്നുന്നു ഇതെനിക്ക് കുറച്ച് ലൂസാണ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ലൂസ് ഡ്രസ്സാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും അറിയില്ല. ഈ ഫൗണ്ടേഷൻ ഇടുക, ഈ വക സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ കളി വെക്കൂ. ഒരു വലിയ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഉള്ള കാരണം കൊണ്ടാണ് ശ്രീ അത് ഉപയോഗിക്കാറ്. അങ്ങനെയല്ല, എനിക്കിത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. മാത്രമല്ല അതെനിക്ക് ചേരില്ല എന്നൊരു തോന്നൽ. പിന്നെ നല്ല മടിയുണ്ട് ഇതൊക്കെ ഇതിനെ വെച്ചിടാൻ വേണ്ടിയിട്ട്. ഭാഗ്യം വന്നോട്ടിയോളെ. അപ്പം നമുക്ക് ആദ്യം തന്നെ, പിന്നെ ഞാൻ ഈ മടിയന്മാരാണ് ഏറ്റവും അധികം ബാക്കിൻ്റെ നമ്മൾ പരിപാടികൾ കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മടിയാണ് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ വക പരിപാടികളാണ് ഇതൊക്കെ. നമ്മുടെ പുരികം ഓൾറെഡി ഫിൽഡാണ്. അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള അലത്ത് കൊളുത്ത് പരിപാടികൾ ഇതുമ്പോൾ വേണ്ട. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഇത് കണ്ടോ, കണ്ണിണതൻ കാമനോട്ടം, എന്തൊരു വെറുപ്പിക്കലല്ലേ ഞാൻ. ചില നേരത്തെ എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളാവാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇടല്ലേ മുഖ്യം. എന്തൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടും. ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നാലും ലിപ്സ്റ്റിക് ഇടാൻ മറക്കാറില്ല കേട്ടോ. അത് 1-2 ബ്ലെൻഡൊക്കെ ചെയ്തൊക്കെ ഇടും. ദൈ കാണുന്ന കോലത്തിലായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭാഗ്യം വന്നത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ പിന്നെ സൂപ്പർ അല്ലേ. നമ്മൾക്ക് ദൈവം സൗന്ദര്യം, ഒരുപാട് സൗന്ദര്യമൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. എന്നാലും കയ്യും കാലും കണ്ണും ഒക്കെ നമുക്ക് ദൈവം തന്നിട്ടില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചിലർ അമ്പലത്തിൽ പോകുമ്പോൾ ഇത്രയൊക്കെ ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളിപ്പോൾ ദൈവം ഒരു മനുഷ്യരൂപത്തിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ ദൈവത്തിന് നമുക്ക് തോന്നും
ഞാൻ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ അവള് നല്ലപോലെ പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ദൈവത്തിന് കൂടുതൽ തരാൻ തോന്നിയാലോ. അല്ല, കണ്ണും കൈ പോലെ തന്നെ കൂടുതൽ വേണ്ട, പക്ഷെ ദൈവം അങ്ങനെ വിചാരിക്കും. നമ്മൾക്ക് തരണ സാധനങ്ങൾ അവള് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ. അതിനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതും ഇങ്ങനെ ക്രീമൊക്കെ പരട്ടണതും. എന്താണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കണ കാര്യമായിട്ട്. എല്ലാവരും ഇതുപോലെ ചിന്തിച്ചോളണം എന്നില്ല. കാട്ടിലോട്ട് പോവാണ്, കാട്ടിലോട്ട് ശ്രീമുഖസ്ഥാനത്ത് പൂജയുണ്ട്. അവിടെ നിന്നാണ് എഴുന്നള്ളിപ്പ്. ഇതൊക്കെ ഞാൻ അവരോട് ഒരു വട്ടം പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഞാൻ ഇക്കൊല്ലം കമ്മിറ്റിയിലൊന്നും ഇല്ല, അത് കാരണം വലിയ തിരക്കുകളൊന്നും ഇല്ല. എന്നാലും വാഴനന അങ്ങനെ കാട് കയറാൻ മതി. ഞാൻ തന്നെ പോണപ്പോ നമുക്ക് പോവാം. നമ്മുടെ ഇവിടെ നിന്ന് വേറെ വഴിയുണ്ട്, പക്ഷെ നമ്മള് ഊട് വഴിയിൽ കൂടെ അടുത്തുന്നതായിരിക്കും നമുക്ക് എളുപ്പമുള്ള വഴി. അമ്മയും ചേച്ചിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിന്റെ അവിടേക്ക് എത്താറാവുമ്പോ പോവാൻ ചേട്ടാ കുറേ വഴി അങ്ങോട്ട് പോണേ. അവസാന നിമിഷത്തിൽ ഇപ്പൊ അമ്മയും ചേച്ചി നമ്മളെ ചതിച്ചു ഗൈസ്. അവര് വന്നില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് എളുപ്പ വഴിക്ക് കാട് കയറാൻ പോവാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ചെറുതായിട്ട് ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. മിക്കത് അവിടെ എത്തുമ്പോഴേക്കും പരിപാടികളൊക്കെ കഴിയാനാണ് വഴി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് നമ്മുടെ പാപ്പൻ്റെ മോൻ്റെ പറമ്പാണ്, കനിഷ്കൻ്റെ പറമ്പാണ്. ഇവിടുന്ന് കുറച്ചുള്ളോ കൊട്ടൊക്കെ കേൾക്കാം. കൊട്ടി തുടങ്ങിയിട്ടില്ല, കൊട്ടി തുടങ്ങിയാൽ കേൾക്കാം. ഇവിടെ തൊട്ടടുത്താ ഒരു പറമ്പും കൂടെ കഴിഞ്ഞാൽ പിന്നെ കാടാണ്. അവിടേക്കാണ് നമുക്ക് എത്തണ്ടോ. ആ മോളിൽ കൂടെ ആളുകൾ അങ്ങോട്ട് പോകണണ്ട. കുന്നാണ് കേട്ടോ, വലിയ കുന്നാണ്. നമ്മൾ ഈ ആ കുന്ന് കയറണില്ല, നമ്മൾ ഇതിലെ അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചൊക്കെ തിരിച്ചു പോവാണല്ലോ. പരിപാടികളൊക്കെ തുടങ്ങി. അച്ഛൻ വിറ്റ് പുട്ടടിച്ചാ, അല്ലെങ്കിൽ ഭാവിയിൽ ശ്രീകുട്ടന് റബ്ബർ വെട്ടാൻ വരാറുണ്ട് അങ്ങോട്ട്. അതല്ല, ഇത് കല്യാണത്തിന് മുമ്പേ ഇത് ഒരു 1.25 ഏക്കർ സ്ഥലമാണ് ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് 1.5 ലക്ഷം രൂപയാണ് കേട്ടോ. ഈ 1.25 ഏക്കർ 1.5 ലക്ഷമാണ് വില ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിക്കുമ്പോൾ. ഇതിലൊന്നും ഉണ്ടായില്ല, റബ്ബറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ റബ്ബറൊക്കെ ഞാൻ വെച്ചതാ. എന്നിട്ട് വെച്ചിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിറ്റു. 10 ലക്ഷം രൂപയ്ക്ക് വിറ്റേ. 10 ലക്ഷം രൂപ പറഞ്ഞു, 10 ലക്ഷം കിട്ടി. അപ്പോൾ അതിന് കൊടുത്തു. റബ്ബർ തൈയൊക്കെ നമ്മൾ വെച്ചതാ, അത്രയ്ക്കേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതേ ആകെ കാട് കയറി എടുക്കാണ്. പക്ഷേ ഇവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യാനുമില്ല, റബ്ബറല്ലേ. ഇടയ്ക്ക് അവർ വന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാട് വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. ഈ അത്രയും വേനൽക്കാലമല്ലേ, കാടുള്ളത് നല്ലതാണെന്ന് വിചാരിച്ച് നിർത്തിയതാവും. വർഷക്കാലം ആകുമ്പോൾ കാടൊക്കെ വെട്ടും. നമ്മളവിടെ എത്തിയപ്പോഴേക്കും പകുതി വഴിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. താലൊക്കെ ഇറങ്ങിയിട്ട്. പിന്നെ എല്ലാ വർഷവും നിങ്ങൾ കാണുന്നതല്ലേ ആ ചടങ്ങുകൾ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഫ്രണ്ട് പോലെ തോന്നുന്ന ഫ്രണ്ട്, വീടിന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് മുഖമായിട്ട് തോന്നും ഇല്ലേ? എന്ന് നമ്മൾ കാണുന്നത് വീട്ടിൽ നിന്ന് കാടല്ലേ, ഇന്ന് നമുക്ക് കാട്ടിൽ നിന്ന് വീട് കാണാം കേട്ടോ. ഇത്രക്ക് സൂം ചെയ്തു. ഞാൻ എത്ര അകലെയാന്ന് കാണിച്ചായിരുന്ന കണ്ടാ? അമ്മേ ചേച്ചി എടുക്കണൊന്നുമില്ലേ? താങ്കൾ വിളിക്കുന്ന വ്യക്തി ചേച്ചി ഫോൺ എടുക്കാൻ പോണല്ലോ. ആ ഫ്രണ്ടിലൊന്ന് വന്നിക്കാൻ.
ബാക്കില് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് അല്ല കണ്ടു അങ്ങോട്ട് പോണ് കയറി കണ്ടു അങ്ങോട്ട് അടുത്തേക്ക് വാ പുറത്തേക്ക് വാ ഇത്തിരി ഇറങ്ങിക്ക് കേക്കണ്ട അതിന്റെ മുകളിൽ കണ്ട മട്ടുപ്പാവ് ഈ 3-ാം നിലയില് അവിടെ ഇരുന്ന നല്ല സ്പേസാ. അതിന്റെ മുകളിൽ വഴിയാ ആ കണ്ണ് വഴി അങ്ങനെ റൗണ്ടാണ് താഴത്തേക്ക് നമ്മുടെ ടാറിംഗ് റോഡിലേക്ക് ആ വഴി അങ്ങനെ മൂലയിൽ ഇങ്ങോട്ട് കയറണം. അങ്ങനെ അമ്പലത്തിൽ വന്ന എല്ലാവർക്കും ഭാഗ്യം വീടും വീടിന്റെ ലൊക്കേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് തോന്നിയത് എന്നിട്ടാണെന്നറിയോ, ആ കാടിന്റെ നടുവിൽ നമ്മുടെ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ കാട് ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാണ്. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് നമ്മുടെ ദേവീനെ കൂടി ഇരുത്തിയ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വെള്ളം കാടിറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണാം നമുക്ക്. ഇനി അങ്ങനെ താലപ്പൊലിയൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട, നിങ്ങൾ എൻജോയ് ചെയ്തത് വെച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ. എല്ലാ വർഷവും വേറെ വേറെ പരിപാടികളാണ് ഉണ്ടാവുക കേട്ടോ. ഈ വർഷം ഇതൊക്കെയായിരുന്നു നമ്മുടെ അമ്പലത്തിലത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. ഇനി 2-3 ദിവസം പരിപാടികളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ദീപാരാധന കൂടിയിട്ട് വരാം കേട്ടോ. 33 കോടി ദേവന്മാരെ സ്തുതിക്കുന്ന ഈ പുണ്യഭൂമികൾ ചമ്പലങ്കാട് ഭഗവതിയുടെ തിരുനടയിൽ
നാട്ടിലത്തെ ചേച്ചിമാരി അനിയത്തിമാരി ഒക്കെ വട്ടക്കിളിയാണ് കേട്ടോ, ഭയങ്കര സ്പെഷ്യലാണ്. ജനമണി കട്ടിലും നല്ല പഞ്ഞാനി തേർമ തേർമ അങ്ങനെ കമ്പൾ മുഴുവൻ കാണിച്ചു തരുന്നുണ്ട്, അത്രയും ഗംഭീരമായിരുന്നു. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടില്ലേ. നമ്മളൊരു വർഷം പ്രതിഷ്ഠാ ദിനത്തിന്റെ സമയത്ത് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുനർപ്രതിഷ്ഠയുടെ സമയത്ത് ഇപ്രാവശ്യം നമ്മൾ കളിച്ചില്ല കേട്ടോ. നമുക്ക് ഡാൻസ് ക്ലാസ്സിക്കൊക്കെ പോകേണ്ട കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും പിന്നെ അതൊക്കെ ആസ്വദിച്ചിരുന്നു. പിന്നെ നമുക്ക് സാംസ്കാരിക സദസ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ നാട്ടുകാരുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ എല്ലാ മതത്തിലത്തെ പ്രമുഖരും കൂടിയിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളോട് പറയുവാനുള്ളത്, എല്ലാ മതവും ഇതുപോലുള്ള സാംസ്കാരിക ചടങ്ങുകൾ നടത്തപ്പെടേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു. നമ്മുടെ ഭാഗ്യനൊക്കെ വലിയ ആദരവൊക്കെ കിട്ടിയൊരു സദസ്സായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഏട്ടായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ പോവാട്ടാ, പൂരത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. നമുക്ക് വീട്ടിൽ പോവാം. ഇതൊക്കെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ഏളാച്ചന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ വീടുകളാ. ചേച്ചിമാരൊക്കെ ബാക്കിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിറച്ച് ലൈറ്റും ബഹളവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ആഘോഷം നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചു. നമ്മൾ വീട്ടിലെത്തി. അമ്പലത്തിൽ പോകേണ്ട കാരണം കൊണ്ട് നമ്മൾ ഞണ്ടുകറിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഉള്ളിൽ അതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നാളെ പൂരവിശേഷങ്ങളായിട്ട് വീണ്ടും കാണും. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.